കൃപാസനം പത്രം ജൂൺ 2026 പാർട്ട് 1. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സന്ദേശം. ഉടമ്പടി സ്ഥിരീകരിക്കാനുള്ള സത്വര നടപടി ഇതാണ്. മരിയൻ ഉടമ്പടിയിൽ ഒരിക്കൽ നിങ്ങൾ വിഷയങ്ങൾ എഴുതി സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ വിഷയങ്ങളല്ല, ദൈവത്തിൻ്റെ വിഷയമായി മാറും. നമ്മൾ ഒരിക്കൽ അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരന്ത അവസ്ഥകളും ദൈവത്തിൻ്റെതാകും. ശേഷം ഉടമ്പടി എടുത്ത് നമ്മളും ദൈവത്തിൻ്റെതാകണം. നമ്മളും കൂടി ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയാണ് അനുതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും സ്നേഹത്തോടെയും ക്രിസ്തു കൈമാറ്റ ശുശ്രൂഷയിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും ഉടമ്പടിയിൽ മുന്നേറുന്നത്. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോൾ ഉടമ്പടി നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു. അതാണ് സ്വർഗീയ പദ്ധതി. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്ന് പരിശുദ്ധാത്മാവ് ആദ്യം വെളിപ്പെടുത്തി തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പതിനായിരങ്ങളും ലക്ഷങ്ങളും ദൈവത്തിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനം അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ ലഭിച്ച വലിയ സാക്ഷ്യം. ദൈവവുമായി പേഴ്സണൽ ബന്ധമുള്ള ആളായിരുന്നു ഉടമ്പടി എടുത്തത്. ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന്. അപ്പോൾ അവർ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമോ എന്ന്. ഇനി എനിക്ക് അത് മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കി എല്ലാ ചികിത്സയും കഴിഞ്ഞു, ഇനി അതുകൂടി ചെയ്യാനുള്ളൂ, അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വല്ല കഥയുമുണ്ടോ, സത്യമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ മകൾ ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്തിട്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ, ഉടമ്പടിയും കുഞ്ഞുങ്ങളും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് കറക്റ്റാണോ എന്ന് കർത്താവുമായി ബന്ധമുള്ളതുകൊണ്ട്, ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവൾ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തിട്ട്, കർത്താവെ, ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്നു, മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ പോകുന്നു, ഉടമ്പടി എടുക്കുന്നത്, ഞാൻ ഈ യാത്ര ചെയ്യുന്നത് ശുഭകരമാണോ, ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലേവ്യറിന്റെ പുസ്തകത്തിലെ വചനം കിട്ടും. അത് അവർ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ലേവ്യർ 26:9, ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും, നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്തു. ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴയിൽ പോകാൻ പോവുകയാണ്, മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഈ യാത്ര ശുഭകരമാണോ, ഇതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ, ഇത് ആളുകൾ വെറുതെ സാക്ഷ്യം പറയുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും ചോദിക്കുന്നത് പോലെ ഇത് കർത്താവിനോട് ചോദിച്ചിട്ടാണ് ഇവൾ ബൈബിൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് ലേവ്യർ 26:9 കിട്ടുന്നത്. അപ്പോൾ ഓരോ ഉടമ്പടിയിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക, നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ദൈവം ഉറപ്പിച്ചുവെന്ന്. അതാണ് സ്ഥിരീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അൾത്താരയിൽ സാക്ഷ്യം പറയിപ്പിക്കുന്നത്. ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രമേ അത് സ്ഥിരീകരിക്കുകയുള്ളൂ. മത്തായി 16:20, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കൽ എന്ന് പറയുന്നത്. ലേവ്യർ 26:9 പറയുന്നത്, ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകും, നീയും ഞാനും തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും. പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നത് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ അടയാളം കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പോൾ അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ഇതിന് അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ വിശ്വാസത്തിൽ ഒന്ന് ഓക്കെ ആയാൽ മാത്രം മതി, ഈ സ്ഥിരീകരണം സംഭവിക്കും. ചിലർ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ, പ്രാർത്ഥനയില്ലാതെ, ആ വിഷയം മാത്രം നടക്കുന്നില്ല, കുട്ടിയുണ്ടായില്ല, ജപ്തി മാറിയില്ല, ഇങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ട്. ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡുകൾക്കുള്ളിലാണ് സമയച്ചുരുക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യമുണ്ടായി പത്തനംതിട്ടയിൽ നിന്ന്. 15 കൊല്ലമായി അവർ UK വർക്ക് ചെയ്യുന്നു. ഇന്നുവരെ മക്കളില്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. കുറേ നാളായിട്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല, മക്കളില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷേ ഉടമ്പടി വന്നപ്പോൾ അഹറോന്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടിയിൽ തളർത്തു വരും. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവ്യ കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി പൂത്തു തളർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. സംഖ്യ 17:8. ഉടമ്പടിയിലെ പച്ചത്തിരി സൂചിപ്പിക്കുന്നത് അതാണ്.
ഉടമ്പടിയിൽ നിങ്ങളുടെ ജീവിതം വരേണ്ടതാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളിർപ്പിക്കും. അത് അനുഗ്രഹത്തിന്റെ ഒരു സ്വാഭാവികതയാണ്. 15 കൊല്ലം മക്കളില്ലാത്ത മകൾ ഉടമ്പടി ചെയ്ത് ആ ആഴ്ച തന്നെ അവൾ പ്രഗ്നന്റ് ആവും. പിന്നെ പ്രഗ്നന്റ് ആയിട്ട് ഒരു കുഴപ്പവുമില്ലാതെ അവൾ പ്രസവിക്കും. ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ. ഇത് ഉടമ്പടിയിലെ തനത് അടയാളങ്ങളിൽ ഒന്ന് മാത്രമാണ്. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. ഇതിനാണ് സമയചുരുക്കം എന്ന് പറയുന്നത്. അവർ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഷീസ് ഫെയ്ത്ത്ഫുൾ. ഈ സാക്ഷ്യം പറഞ്ഞ വ്യക്തിയെ കാണുമ്പോൾ അറിയാൻ പറ്റും ഇവർ ട്രഡീഷണൽ ക്രിസ്ത്യാനികളാണെന്ന്, ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിയാൻ പറ്റും. കുഞ്ഞിനെ തന്നാലും തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കും, അതാണ് നിലപാട്. കുഞ്ഞിനെ തന്നതിന് ദൈവത്തിന് നന്ദി. പക്ഷെ തന്നാലും തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുകയും കർത്താവിനെ ഏക രക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യും. ദൈവ സന്ദർശനം ഉറപ്പുവരുത്തുന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഉടമ്പടി എടുത്തു നോക്കാം, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കുന്നത് പോലെ വരും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മുമ്പിൽ ദൈവം ഓരോരുത്തർക്കും അടയാളം തരുന്നതല്ല. നേരത്തെ തന്ന ആൾക്കാരുടെ അടയാളത്തിൽ നമ്മൾ വിശ്വസിക്കണം. അത് നമുക്കുമുള്ള അടയാളമാണ്. 10,000-കണക്കിന് ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് ഉടമ്പടിയിൽ. അത് നമ്മൾ വിശ്വസിച്ചാൽ നമുക്കുമുള്ള അടയാളമാണത്. നിങ്ങൾ ഇനി നിങ്ങൾക്ക് അടയാളം കിട്ടിയിട്ട് ഉടമ്പടിയിൽ വിശ്വസിക്കാമെന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടയാളം കിട്ടില്ല. നേരത്തെയുള്ള ആൾക്കാർക്ക് അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സാക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ മറുപടിയാണ്. ആ ഉടമ്പടി തന്നെയാണ് നിങ്ങളും ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുക. മാത്രമല്ല ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്യണം. ചില ആൾക്കാർ വരട്ടെ, ഉടമ്പടി ഒതുക്കിയിട്ട് പിന്നെ പത്രം കൊടുക്കാം, ഉടമ്പടിയിൽ അടുത്ത അടയാളം കിട്ടിയിട്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാഗിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ലാഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഉറയ്ക്കില്ല. നിങ്ങൾ ഇത്രയും നാൾ പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്തില്ല, പത്രമൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ പോയി കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്തില്ല എന്നിരിക്കെ വരട്ടെ വരട്ടെ എന്നും പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയിൽ സാക്ഷ്യം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ ദൈവത്തിന് പിടികൊടുത്തു. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങും. നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമോ പത്രപ്രവർത്തനമോ കാരുണ്യ പ്രവൃത്തികളോ എന്തുമാത്രം താമസിക്കുന്നുവോ അത്രയും നിങ്ങളുടെ ഉടമ്പടി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി എടുക്കുന്നവർ പെട്ടെന്ന് തന്നെ കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ഒരു മനുഷ്യനെയും നോക്കരുത്. അവർ എന്ത് വിചാരിക്കും, ഇവർ എന്ത് വിചാരിക്കും, കൂട്ടുകാർ എന്ത് വിചാരിക്കും, നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കരുത്. ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിനറിയാം ദൈവത്തിന്റെ മകനാണ്, ധൈര്യമുള്ള ആളാണ് നീ എന്ന്. ഒരു വിശ്വാസിയാണെങ്കിൽ ധൈര്യശാലി ആയിരിക്കണം. സുവിശേഷ വേലയ്ക്കും ദൈവത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം. കത്തോലിക്ക സഭയിൽ ധൈര്യമുണ്ടാകാൻ വേണ്ടിയാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ വിശ്വാസികൾ സ്വീകരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ട കാറ്റക്കിസം കിട്ടാത്തത് മൂലം പലർക്കും ഈ ബോധ്യം കിട്ടിയിട്ടില്ല. വിശ്വാസം സ്ഥിരീകരിച്ച് ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് സ്ഥൈര്യലേപനത്തിലൂടെ ലഭിക്കുന്നത്. നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചത് കൊണ്ട് നിങ്ങൾ പ്രവർത്തന സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി. പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ സ്ഥൈര്യലേപനമായി നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ, മറ്റുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മറ്റുള്ള ആൾക്കാർ നിങ്ങളെ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ കാരുണ്യ പ്രവൃത്തികളും ചെയ്യുമ്പോൾ, പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ, അതാണ് നിങ്ങളുടെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരീകരിച്ചു, ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും. നമ്മൾ ബൈബിൾ കാലത്ത് മാത്രം കേട്ടിരിക്കുന്നതും ബൈബിൾ കാലത്ത് ഉരുകാതെ ഇരുന്ന സംഭവങ്ങൾ പോലും ഇന്നത്തെ വിശ്വാസി ഉടമ്പടി വഴി ഉരുക്കുന്നുണ്ട്. ഒരു 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുമ്പോഴേ വെള്ളം തിളയ്ക്കുകയുള്ളൂ. വെള്ളി തിളയ്ക്കണമെങ്കിൽ 800 ഡിഗ്രി സെന്റിഗ്രേഡ് വേണം. ഓരോ മൂലകത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചൂട് വേണം. ബൈബിൾ കാലത്ത് മാത്രം ഉരുകിയിരുന്ന ദൈവത്തിന്റെ പല പദ്ധതികളും ഇന്നത്തെ മനുഷ്യർ അതിനകത്ത് ആവശ്യമായ ചൂട്, വിശ്വാസത്തിന്റെ ചൂട്, പ്രത്യാശയുടെ ചൂട്, അതുപോലെ തന്നെ ദൈവസ്നേഹത്തിന്റെ ചൂട് നൽകിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ ശരിക്കും ദൈവം ഉയർത്തുന്നുണ്ട്, അഥവാ വചനത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നുണ്ട്. ലേവ്യർ 26:9 നാം വായിക്കുന്നത്, നീയുമായുള്ള ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അതിനോട് ചേർത്ത് വായിക്കുന്നതാണ് ലേവ്യർ 26-ാം അധ്യായം 11-12 വചനങ്ങൾ.
ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അപ്പോൾ സഞ്ചാരം എന്നുള്ളത് ഉടമ്പടിയുടെ ഭാഗമാണ്. പരിശുദ്ധ അമ്മയായാലും പുറപ്പാട് 23:20 അനുസരിച്ച് ദൂതനായാലും ഇതുപോലെ ഉടമ്പടി പ്രകാരമാണ് സഞ്ചരിക്കുന്നത്. സഞ്ചാരി മാതാവ് എന്ന് ആൾക്കാർ വെറുതെ പറയുന്നതല്ല, അതുപോലെ വന്ന് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ അതിനനുസരിച്ചുള്ള ജീവിതം അനുപേക്ഷണീയമായിട്ട് സത്യസന്ധമാക്കിയാൽ തീർച്ചയായിട്ടും ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും, അതായത് ദൂതനെ അയക്കുക, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കുക, അതെല്ലാം ദൈവം കൃത്യമായിട്ട് ചെയ്യും. ദൈവവുമായിട്ട് വളരെ ഇൻ്റലിജൻ്റ് ഡീലിങ്ങേ പറ്റുകയുള്ളൂ. ഇമോഷണൽ ഡീലിംഗ് പറ്റില്ല. നിങ്ങൾ ദൈവവുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇമോഷണലി ആണ്, അത് വർക്കൗട്ട് ചെയ്യില്ല. ഇൻ്റലിജൻ്റ് ഡീലിംഗ് വേണം. കാര്യം കർത്താവ് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഫിനിഷ്ഡ് ആയിരിക്കും. കർത്താവ് നിനക്കൊരു കാര്യം ചെയ്തു തരണമെങ്കിൽ അത് പക്ക ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ദൈവത്തേക്കാൾ പ്രാധാന്യം എന്തിനു കൊടുത്താലും പിന്നെ ദൈവം നമ്മുടെ കക്ഷിയല്ല. സംരക്ഷണം കിട്ടില്ല. ഉടമ്പടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ കണ്ടന്റിലും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് വല്ലാത്തൊരു വാക്കാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്ന വാക്കാണ്. ഉടമ്പടിയുടെ അടിസ്ഥാന വാക്കാണിത്. മത്തായി 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുന്നത് കണ്ടു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്ക 10:18. എപ്പോഴാണ് പറയുന്നത്? ഇവരെല്ലാം ഈ പ്രവർത്തനത്തിന് പോയി തിരിച്ചു വന്ന ശേഷമാണിത് പറയുന്നത്. സാത്താന് വേണമെങ്കിൽ അപ്പൂപ്പൻ താടി പോലെ താഴെ വരാം. 2 കൊല്ലം എടുക്കുമെന്നേയുള്ളൂ. ഇടിമിന്നൽ പോലെ വരണമെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വീട്ടിലിരുന്നു എന്നല്ല പറയുന്നത്. ഉടമ്പടി എടുത്തിട്ട് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് അതുമാത്രം ചൊല്ലി വീട്ടിലിരിക്കുന്നവർ കൂടുതലാണ്. അവർ നമുക്ക് എപ്പോഴും ഭീഷണിയാണ്. കാരണം സാത്താൻ അവരിൽ പ്രവർത്തിക്കും. എന്നിട്ട് പറയും, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്കൊന്നും നടന്നില്ല എന്ന്. പക്ഷെ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എല്ലായിടത്തും പോയി പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കർത്താവിനെ കുറിച്ച് പറയണം. അതാണ് ഉടമ്പടിയുടെ സ്പീഡ് കൂട്ടുന്നത്. അതിനാവശ്യമായ ദൈവിക പുണ്യങ്ങളാൽ നിങ്ങൾ നിറയപ്പെടാൻ നിരന്തരം പരിശ്രമിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.